ഒരു കാര്യത്തിൽ ടെൻഷനായാൽ മതി. പ്രായം ഇങ്ങനെ കൂടുമ്പോൾ പടച്ചോനെ ഇബാദത്തില്ലല്ലോ, എനിക്ക് ഈ പ്രായം തന്നെയല്ലേ ഉള്ളൂ, എനിക്ക് ഇബാദത്തില്ലല്ലോ എന്നിങ്ങനെ ബേജാറ് എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. ഇബാദത്തില്ലല്ലോ, ഞാനിപ്പോൾ ഇത്ര കൊല്ലം എനിക്ക് കഴിഞ്ഞല്ലോ, ഞാൻ എന്താ ഇപ്പം എൻ്റെ അടുത്തുള്ളത് എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പലരും ഈപത്ത് പറഞ്ഞ് അതൊക്കെ കുറേ പോയും ചെയ്ത് നീ ഒന്നുമില്ല കാര്യമായിട്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ നാട് ഏതാ നിങ്ങൾ ചോദിക്കരുത്. ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്ന് തങ്ങളെ വല്ലാത്ത വിഷമത്തിലാന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇപ്പം നിങ്ങൾ വിഷമം തീരൂല തങ്ങളെ, വല്ലാത്ത വിഷമം. അപ്പോൾ അയാൾ എൻ്റെ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ അയാൾ പറയാം ഒന്നുമില്ല, ഇബാദത്തൊന്നും കാര്യമായിട്ടില്ല, അതുതന്നെയാണ് വിഷമം. ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോലത്തെ മുഅ്മിനായ മനുഷ്യൻ, കാരണം അത് അയാളൊരു വിഷമം, ഇബാദത്തില്ല എന്നുള്ളൊരു വിഷമം, വല്ലാത്തൊരു വിഷമം തന്നെ. ആ വിഷമത്തിന് കൂലി കിട്ടും. ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളെ ജോലി എന്തേന്ന് ചോദിച്ചു. അപ്പം അയാൾക്ക് മിണ്ടാട്ടമില്ല. ജോലി എന്താന്ന് ചോദിച്ചപ്പോൾ മിണ്ടാട്ടമില്ല. അപ്പം അയാൾ പറഞ്ഞെന്താ അറിയോ, ഞാൻ 50 കൊല്ലം ഒരു ജോലി തന്നെയാണ്. 50 കൊല്ലം ഒരു ജോലി. ചില ഉസ്താദന്മാരൊക്കെ ഉണ്ട് 50 കൊല്ലം ഒരു മഹല്ലിൽ ജോലി, ഭയങ്കര സംഭവമാണത്. 50 കൊല്ലം ഒരു മുദരിസായി നിൽക്കുന്ന വലിയ സംഭവമാണ്. 50 കൊല്ലം ഒരു ജോലി. അപ്പം ഞാൻ എന്ത് ജോലിയാന്ന് ചോദിച്ചു. അവർ പറയാൻ മടിക്കുകയാണ് ഇയാൾ. പിന്നെയും ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളിയാണ്. അയാൾ പറയാം സിനിമയിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കലേന്. 50 കൊല്ലം സിനിമയിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു അയാൾക്ക്. ഇപ്പോഴാണ് അയാൾക്ക് ഖേദം വന്നത്, എൻ്റെ ജീവിതം മുഴുവൻ തീർന്നു പോയി, ഹറാമിന് വേണ്ടി ടിക്കറ്റ് മുറിച്ച് കൊടുത്ത്. പക്ഷേ ഞാൻ അയാളെ നമ്മൾ അവഗണിക്കാൻ പറ്റില്ലല്ലോ. അയാൾ നമ്മളെടുത്തുനിന്ന് ഒരു ആശ്വാസ വാക്ക് കിട്ടാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കരഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അള്ളാഹ്ക്ക് നിങ്ങളെ ഈ ഒരു വാക്ക് തന്നെ ഉണ്ടല്ലോ, എൻ്റെ ജീവിതം തീർന്നു ഉസ്താദേ, 50 കൊല്ലം ഞാൻ സിനിമയിൽ ടിക്കറ്റ് മുറിച്ച് കൊടുത്ത് എൻ്റെ ജീവിതം തീർന്ന് എന്നുള്ള ആ വിഷമങ്ങളെ കൽബിൽ വന്നില്ലേ, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്യ്, അള്ളാഹു തആല പുറത്തു തരും, ഒരു സംശയമില്ല എന്ന് പറഞ്ഞ് ആശ്വാസ വാക്കുകൾ കൊടുത്ത് വിട്ടേക്ക്. നമ്മളിപ്പോൾ കുറേ ദോഷം ചെയ്തിട്ട് ഇനി അള്ളാഹിനോട് പറഞ്ഞുകൊണ്ട് ഒറ്റയടിക്കൊരു തൗബ ചെയ്ത് എല്ലാം ക്ലിയർ ആകുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ തൗബ ചെയ്തൊക്കെ ക്ലിയർ ആകും, അള്ളാഹ് പുറത്തു തരും. അള്ളാഹ് പുറത്ത് തരാമെന്ന് പറഞ്ഞതാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചോളി എന്ന് പറയുന്നത്. പക്ഷെ ആ ചോദിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ ജീവൻ പോകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ റൂഹിനെ പിടിക്കപ്പെടുമോ എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് ഉറപ്പില്ല. അവിടെയാണ് പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നും ചോദിച്ചുകൊണ്ടേയിരിക്കണം.